അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമദാനിൽ മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അൽ-ഇൻഖിയാദ്, കീഴൊതുങ്ങുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആർക്ക് കീഴൊതുങ്ങണം? നമ്മളെല്ലാം സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങുക എന്ന് പറയുന്നത് അഹങ്കാരമില്ലാത്ത വളരെ തുറന്ന ഒരു സമീപനം, ഒരു അടിമ സാക്ഷാത്കരിക്കുന്നതിൻ്റെ ലക്ഷണമായിക്കൊണ്ടാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 39-ാമത്തെ അധ്യായം അതിൽ 54-ാമത്തെ ആയത്തിലൂടെ പറയുന്ന ഒരു കാര്യമാണ് വ അനീബു ഇലാ റബ്ബിക്കും വ അസ്ലിമു ലഹു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക്, രക്ഷിതാവിലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുക എന്നതാണ്. ഈ കീഴൊതുങ്ങുന്ന, കീഴ്പ്പെടുന്ന, താഴ്മ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾക്കാണ് തൻ്റെ റബ്ബിനോട് എനിക്ക് പുറത്തു തരണേ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട് എന്ന ഒരു അവസ്ഥ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലാത്ത ആളുകൾ അവർ ചെയ്ത തെറ്റിൽ അടിയുറച്ചു നിൽക്കാനും അവരുടെ അഹങ്കാരം റബ്ബിനോട് വിനയം കാണിക്കാൻ, താഴ്മ കാണിക്കാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്ന, അതുപോലെ തന്നെ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ ആവശ്യപ്പെടുന്ന ഇസ്ലാമിലെ മുഴുവൻ കാര്യങ്ങളും അത് ഉൾക്കൊണ്ട് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കണമെന്ന് പറയുമ്പോൾ 30 ദിവസത്തെ നോമ്പ് രാവിലെ ഫജർ സമയം മുതൽ വൈകുന്നേരം മഗ്രിബ് വരെ ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ ഭാര്യമാരുമായിട്ടുള്ള സംസർഗങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് പരിഗണന കൊടുത്തുകൊണ്ട് അവിടെ ഒരു നോമ്പുകാരനായി കഴിയുന്നത്, അത് അൽ-ഇൻഖിയാദ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതായത് അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ടാണ് ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അല്പം അള്ളാഹുവിനെ അനുസരിക്കുക, ബാക്കി സമയം ഇനി എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്പം വെള്ളം കുടിക്കുക, പിന്നെ വീണ്ടും നോമ്പുകാരനാവുക, ഇങ്ങനെ ഒന്ന് നോമ്പിൻ്റെ വിഷയത്തിലില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കാര്യം നോമ്പിൻ്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റുള്ള ആരാധനകളിലും ഇതേ രൂപത്തിൽ തന്നെയായിരിക്കണം അള്ളാഹുവിനോട് കീഴൊതുങ്ങിക്കൊണ്ടുള്ള ഒരു മാനസിക അടുപ്പം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുള്ളത്. അതായത് അബ്ദുല്ലാ ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മക്കയിൽ ജീവിച്ചിരുന്നു. അബ്ദുല്ലാ ബിൻ ജുദ്ആൻ ആളുകൾക്കിടയിൽ അറിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ അബ്ദുല്ലാ ബിൻ ജുദ്ആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, അബ്ദുല്ലാ ബിൻ ജുദ്ആൻ മക്കയിലെ പാവപ്പെട്ട ആളുകൾക്ക്, അഗതികളായിട്ടുള്ള ആളുകൾക്കൊക്കെ വലിയ ഒരു സേവകനായിക്കൊണ്ട്, അത്താണിയായിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ജനിച്ചു വീഴുന്ന കുട്ടികൾ പെൺകുട്ടികളായി കഴിഞ്ഞാൽ അതിനെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ ഈ അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ അവിടേക്ക് ഓടിയെത്തി ആ കുട്ടികളെ വാങ്ങി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക പതിവായിരുന്നു. അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമൊക്കെ കഴിയുന്ന ആളുകൾക്ക് അവരെ സഹായിച്ചുകൊണ്ട് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാ ഇബ്നു ജുദ്ആൻ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തനാണ്, ഖുറൈശികൾക്കിടയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്, ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഒരിക്കൽ ഒരു മക്കയിൽ നിന്നും പുറത്തുള്ള ഒരു വ്യക്തി മക്കയിലേക്ക് കടന്നു വന്ന് കച്ചവടം ചെയ്യുകയാണ്. ആ കച്ചവടം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുതലുകൾ മക്കക്കാരായിട്ടുള്ള ചില ആളുകൾ അപഹരിച്ചെടുക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. തൻ്റെ സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടണമെന്നുള്ള
ആവശ്യവുമായി പല ആളുകളുടെ അടുക്കലേക്കും അബ്ദുല്ലാഹിബ്ന് ഈ ഒരു വ്യക്തി കടന്നു ചെല്ലുകയാണ്. അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് മക്കക്കാരായ പല ആളുകളും പറഞ്ഞു, നിങ്ങൾ അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയെ സമീപിക്കുക, അദ്ദേഹം നിങ്ങൾക്കൊരു പോൺ വഴി കാണിച്ചു തരുമെന്നാണ്. അബ്ദുല്ലാഹിബ്ന് ജുദ്ആനെ സമീപിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ ഒരു വിഷയത്തിൽ ഖുറൈശികളുമായിട്ട് സംസാരിക്കട്ടെ എന്ന്. ശേഷം ഖുറൈശികളിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി. ആ ക്ഷണിച്ചു വരുത്തിയതിൽ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. അതായത് പ്രവാചകൻ്റെ 35-ാമത്തെ വയസ്സിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിവ്യ സന്ദേശം നൽകിക്കൊണ്ട് പ്രവാചകത്വം നൽകുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ പ്രവാചകനാകുന്നതിന് മുമ്പ് 5 വർഷങ്ങൾക്ക് മുമ്പ് അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ്റെ വീട്ടിൽ മുഹമ്മദ് നബിയും ആ ഒരു ചർച്ചയിൽ സമ്മേളിച്ചിരുന്നു. ആ ഒരു ചർച്ചയിൽ അവർ തീരുമാനമെടുത്തു, മക്കയിൽ നിന്നും പുറത്തേക്ക് ആരെങ്കിലും കച്ചവട ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരുടെ മുതലുകൾ അപഹരിച്ചെടുക്കാൻ പാടില്ല. ഇതെല്ലാം ഒരു കരാറായിക്കൊണ്ട്, ഒരു ഉടമ്പടിയായിക്കൊണ്ട് മക്കയിലുള്ള എല്ലാവരും അംഗീകരിച്ചു. ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിലാണ് ആ ഒരു ഉടമ്പടി അറിയപ്പെടുന്നത്. വിശിഷ്ടരുടെ സഖ്യം എന്നാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായതിന് ശേഷം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനുസ്മരിക്കാറുണ്ട്. ഞാൻ ഇസ്ലാമിലായിരിക്കെ ഈ രൂപത്തിലുള്ള ഒരു ഉടമ്പടിക്ക് എന്നെ വിളിച്ചാൽ അതിൽ ഞാൻ പങ്കെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ പങ്കെടുത്ത ബഹുഭൂരിഭാഗം ആളുകളും മുസ്ലിമുകളല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അഥവാ പിൽക്കാലത്തും ഇസ്ലാം സ്വീകരിക്കാത്ത പല ആളുകൾ, അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ അടക്കമുള്ള ആളുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് ഇസ്ലാമിലായിരിക്കെ ഇങ്ങനെ ഒരു സഖ്യത്തിന് ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ ഞാനതിൽ പങ്കെടുക്കുമെന്ന് മുഹമ്മദ് നബി ഉറക്കെ പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രവാചകൻ്റെ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ടാണ് പലപ്പോഴും ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവിടെ വിവിധങ്ങളായിട്ടുള്ള മതക്കാരും വിവിധങ്ങളായിട്ടുള്ള ആശയക്കാരും ഒരുമിച്ച് കൂടുമ്പോൾ ഒരു നന്മയാണോ അതിൽ സഹകരിക്കാൻ നമ്മൾ മുമ്പിലുണ്ടാകണം എന്നതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയാറുള്ള ഒരു ആശയം. സഹോദരങ്ങളെ, ഈ അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പ്രിയ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്ന് ജുദ്ആൻ. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ പ്രവാചകനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇബ്നു ജുദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് കുടുംബബന്ധം ചേർത്തിരുന്നു, അതുപോലെ തന്നെ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു, അത് അയാൾക്ക് ഉപകാരപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അബ്ദുല്ലാഹിബ്ന് ജുദ്ആനിൻ്റെ വിഷയത്തിൽ അത് ഉപകാരപ്പെടുകയില്ല എന്നാണ്. കാരണം ഒരിക്കൽ പോലും അദ്ദേഹം എൻ്റെ നാഥ പ്രതിഫല നാളിൽ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഒരു മനസ്സ് ഈ ഒരു വ്യക്തിക്കുണ്ടായിരുന്നില്ല എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയത്തെ പരിഗണിക്കണമെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്നുള്ള ഒരു സന്ദേശമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കീഴൊതുങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ വിഷയങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ, അതുപോലെ തന്നെ അതിൻ്റെ സത്യത എന്താണ് എന്നുള്ളത് അന്വേഷിക്കാൻ അത് മനസ്സ് തയ്യാറാകുന്നില്ല. അള്ളാഹുവിന് കീഴൊതുങ്ങാനുള്ള ഒരു ഹൃദയം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരമായിട്ടുള്ളത്. അതുകൊണ്ട് അൽ ഖുബൂൽ എന്ന് പറയുന്ന ഈ ഒരു വിഷയം, അൽ ഇൻഖിയാദ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം, കീഴൊതുങ്ങുക എന്ന് പറയുന്ന ഒരു വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കരിക്കാൻ പ്രധാനപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം ആവശ്യമുള്ള ഒരു വിഷയമാണ് അസ്സിദ്ഖ്, സത്യപ്പെടുത്താൻ സാധിക്കണം. അതായത് പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആനും ഹദീസുകളും അത് സത്യപ്പെടുത്തിക്കൊണ്ട്
ആ സത്യം പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നിലയുറപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശത്തിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ സത്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ നിലയുറപ്പിക്കണം എന്ന് പറയുമ്പോൾ അതും ഒരു രേഖയായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു വിഷയമാണ്. ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇഖ്ലാസാണ്. നിഷ്കളങ്കതയുണ്ടാകണം. അതായത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ നോമ്പുകാരനാണ്, ആ നോമ്പ് നോൽക്കുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ആ നോമ്പ് നമ്മൾ നിറവേറ്റേണ്ടത്. ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കണം ആ നോമ്പ് നമ്മൾ നിറവേറ്റേണ്ടത്. അങ്ങനെ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്ന്, അങ്ങനെ ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച ഒരു വിഷയമാണ് കീഴ്വണക്കം അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവനെ ആരാധിക്കുക എന്ന്. ആ ആത്മാർത്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ഉപകാരപ്പെടാത്ത അവസ്ഥയുണ്ടാകും. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ നേരെ നാം തിരിയുകയും നാം അതിനെ വിതറപ്പെട്ട പൊടിപടലങ്ങളെപ്പോലെ ആക്കുകയും ചെയ്യുന്നതാണ് എന്ന് അത്തരം ആളുകളെക്കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 23-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ആ സഹോദരങ്ങളെ വളരെ ഗൗരവപൂർവ്വം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വേണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യാനെന്ന്. അത് സാമൂഹിക പ്രവർത്തനങ്ങളാകട്ടെ, ആരാധനയാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, വൈയക്തികമായിട്ടുള്ള ബന്ധങ്ങളാകട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ആത്മാർത്ഥതയുണ്ടാകണം. ആത്മാർത്ഥത ഉണ്ടായാൽ മാത്രമാണ് അത് ഒരു സൽക്കർമ്മമായിട്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അത് ഉയർത്തപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകേണ്ടതാണ് അൽ മഹബ്ബ എന്ന് പറയുന്നത്, സ്നേഹം. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മൾ അത് സ്വീകരിക്കണം, അത് ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നബിയെ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റണം, എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ്. അങ്ങനെ ചെയ്താൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകുന്നത്? വയഗ്ഫിറു ലക്കും ദുനൂബക്കും, എങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരുമെന്നാണ്. അപ്പോൾ നമ്മുടെ പാപങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അത് പുറത്തു കിട്ടാൻ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ പിൻപറ്റാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ വെറുപ്പ് പ്രകടിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വികാരം അള്ളാഹുവിൻ്റെ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന വിഷയങ്ങളെ, അതിനോടൊക്കെ ഒരു വെറുപ്പായിട്ടുള്ളൊരു സമീപനം ഉണ്ടാവുകയാണ് എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തിക്കും. ദാലിക ബി അന്നഹും കരിഹു മാ അൻസലല്ലാഹു ഫഹബത അമാലഹും, അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞപ്പോൾ അവരുടെ കർമ്മങ്ങളെ അവർ നിഷ്ഫലമാക്കി കളഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച ഒന്നിനെയും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളോട് അറിയിച്ച കാര്യങ്ങൾ, അതിനെ ആത്മാർത്ഥമായിട്ട് സമീപിക്കാൻ, അതിനെ കീഴൊതുങ്ങിക്കൊണ്ട് അതിലെ ആരാധനാമുറകൾ സ്വീകരിക്കാൻ, അത് സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ, ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ നിലക്കും ആരാധനകളെ അവനെ ജീവിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.
അതുപോലെ തന്നെ ബന്ധങ്ങൾ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. മാതാപിതാക്കളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം, അവിടെ കപടത ഉണ്ടാകാൻ ഒരു വഴികളും ഉണ്ടാകാത്ത അവസ്ഥയുണ്ടാകും. കാരണം കപടത ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളൊക്കെ വളരെ മികവത്ത രൂപത്തിൽ, ഏറ്റവും സമ്പന്നമായിട്ടുള്ള രൂപത്തിൽ പ്രകടിപ്പിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും. കാരണം എന്താണ്? അവിടെ കാപഢ്യമുക്തമായിട്ടുള്ള ഒരു ഹൃദയത്തോടു കൂടിയായിരിക്കും ഏറ്റവും ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്ന ഒരു ഹൃദയം സജീവമാവുക എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ഏറ്റവും സജീവമായ രൂപത്തിൽ കപടതയോടു കൂടിയിട്ട് നല്ല ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ ആരാധിക്കുക, അതേ ഹൃദയത്തോട് നമ്മൾ മറ്റുള്ള ആളുകളോടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തുക, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഇഖ്ലാസോടുകൂടി, അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഈമാനികമായിട്ടുള്ള മാധുര്യത്തോടു കൂടിയുള്ള ഒരു അവസ്ഥ അനുഭവിക്കുവാൻ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കും എന്നുള്ളത് അത് ഉറപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നോമ്പുകാലത്തെ നമ്മുടെ സമീപനങ്ങളിൽ തന്നെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിനെ സർവ്വതും അർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസ വഹിച്ചുകൊണ്ട് ഏറ്റവും മുന്തിയ രൂപത്തിൽ നോമ്പ് നോൽക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് പലപ്പോഴും തെറ്റായ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംസാര വിഷയങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ ഏറ്റവും മുന്തിയ നിലവാരം പുലർത്തിക്കൊണ്ട് നോമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി സത്യവിശ്വാസി പരിശ്രമിക്കുന്നത്. ഈ ഒരു പരിശ്രമം റമദാൻ അവസാനത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതല്ല, നേരെ മറിച്ച് എന്നും ഒരു വിശ്വാസിയുടെ മുഖമുദ്രയായി അവൻ്റെ കൂടെ ഉണ്ടാകേണ്ടതാണ് ഈ സൽസ്വഭാവങ്ങൾ എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് ഈ ഒരു മാസം പ്രേരണയാകണം, വിശ്വാസം വഴികാട്ടിയാകണം, പ്രവാചകൻ്റെ സുന്നത്ത് മാതൃകയാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് മാതൃകാപരമായിട്ട് സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.